Scan the QR code for the IP channel and enjoy the channel. ദയാഭവൻ റീഹാബിലേഷൻ സെന്റർ ശനിയാഴ്ച നാടിന് സമർപ്പിക്കും. ശ്രീമൂലനഗരം, ശ്രീഭൂതപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് വൃദ്ധജനങ്ങളുടെ സംരക്ഷണത്തിനായി നിർമ്മിച്ച ദയാഭവന്റെ ഉദ്ഘാടനം ശനിയാഴ്ച 4 മണിക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹെൽത്ത് കെയർ സംവിധാനം ലോകത്ത് മനുഷ്യർ പ്രയാസപ്പെടുന്ന ഒന്ന് രോഗാവസ്ഥയാണ്, മറ്റൊന്ന് വാർദ്ധക്യമാണ്. ഈ രോഗാവസ്ഥയെയും വാർദ്ധക്യത്തെയും ഒക്കെ ചേർത്ത് പിടിക്കാനുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംവിധാനം നമ്മൾ ശക്തമായി ആലോചിക്കുകയും നമ്മുടെ ദയാഭവനിൽ അതിനു വേണ്ടി ഒരു ഫ്ലോറിൽ നമ്മൾ സൗകര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അനാഥകളെയും അതുപോലെ തന്നെ പ്രായാധിക്യം കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗികളായ അവസാന കാലത്ത് നോക്കാൻ കുടുംബവും മക്കളുമൊക്കെ പ്രയാസപ്പെടുന്ന വൃദ്ധരായ സാധുജനങ്ങളെ സംരക്ഷിക്കുക എന്ന ബൃഹത്തായ ആശയവും ഇതിൻ്റെ പിന്നിലുണ്ട്. ഇനിയും ഞങ്ങളുടെ ഈ ദയയുടെ സെക്കൻഡ് ഫേസ് എന്ന നിലയിൽ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ ദയയുടെ പിന്നിൽ തന്നെ ഞങ്ങളൊരു 14 സെൻറ്റ് സ്ഥലം അതിൻ്റെ അഡ്വാൻസ് കൊടുത്ത് ഏകദേശം അതിൻ്റെ നടപടികൾ പകുതിയോളം പൂർത്തിയായിട്ടുണ്ട്. ഇനി അവിടെയും നമ്മൾ ഡയാലിസിസ് സെൻറ്റർ പോലുള്ള രോഗികളായ സാധുക്കളായ ആളുകളെ സഹായിക്കാനുള്ള ബൃഹത്തായ ആശയമാണ് സത്യത്തിൽ ഇപ്പോഴും ഞങ്ങളുടെ മുന്നിലുള്ളത്. പൊതുജനങ്ങൾ എന്ന നിലയിൽ എല്ലാവരിൽ നിന്നും ഈ അനാഥ മക്കളിൽ എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും ഉണ്ട് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പലപ്പോഴും വീടുകളിൽ തളർന്നു പോയിട്ടുള്ള ആളുകൾ, അത്തരം ആളുകൾക്ക് കൃത്യമായ ചികിത്സ ലഭിക്കാത്തത് കൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യമാകാത്ത അവസ്ഥകളുണ്ട്. അത്തരം ആളുകളെ കൃത്യമായ ചികിത്സകളിലൂടെ, ഫിസിയോതെറാപ്പിയിലൂടെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നത് ഞങ്ങളുടെ ഒരു ലക്ഷ്യമായി മുന്നിൽ കാണുകയാണ്. മറ്റൊന്ന് മയ്യത്ത് പരിപാലന കേന്ദ്രമാണ്. ചുരുങ്ങിയ സൗകര്യങ്ങളും വീടുകളും ഒക്കെയുള്ള ആളുകൾക്ക് വീടുകളിൽ മയ്യത്ത് പരിപാലനത്തിന് വേണ്ട സൗകര്യങ്ങളില്ലാത്ത സാഹചര്യങ്ങളുണ്ട്. അത്തരം കുടുംബങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യമാണ് മയ്യത്ത് പരിപാലന കേന്ദ്രത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം, നാം ജീവിക്കുന്ന സമകാലിക ലോകത്ത് വിജ്ഞാനമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. യുവതലമുറയെ മദ്യമയക്കുമരുന്ന് ലഹരികൾ കടന്നുപിടിക്കുമ്പോൾ വിജ്ഞാനമാണ് ലഹരി എന്ന ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് അവരെ വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ടുവരാനും കൃത്യമായ കരിയർ ഗൈഡൻസിലൂടെ അവരെ മുന്നോട്ട് കൊണ്ടുവരാനും ലക്ഷ്യം വെച്ചുകൊണ്ട് കെയർ ഇറ കാലത്തെ കരുതി വെക്കുക എന്ന കെയർ ഇറ എഡ്യു ഹബ്ബ് ദയാഭവനിൽ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. ഇതിനായി ശ്രീഭൂതപുരത്ത് 1.5 കോടി രൂപ ചെലവിൽ 5500 അടി വിസ്തീർണമുള്ള കെട്ടിട നിർമ്മാണം പൂർത്തിയായി. പാലിയേറ്റീവ് കെയർ യൂണിറ്റും ഫിസിയോതെറാപ്പി സെൻ്ററും മോട്ടിവേഷൻ സെൻ്ററും മയ്യത്ത് പരിപാലന കേന്ദ്രവും പ്രവർത്തിക്കും. വാർത്താ സമ്മേളനത്തിൽ ദയാഭവൻ കമ്മിറ്റി കൺവീനർ M.K. ഷാക്കർ, ചെയർമാൻ M.B. കൊച്ചുണ്ണി, P.S. ഷാജഹാൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ.